ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അതോ ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു സേമിയ സോയയുടെ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഡിന്നറിനോ നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ സേമിയ സോയ ബിരിയാണി തയ്യാറാക്കാമെന്ന് നോക്കി വന്നാലും അതിനു മുന്നായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഓൾ ഓപ്ഷൻ അടിച്ചാണ് മറക്കരുത്. അതേപോലെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ നല്ലൊരു സേമിയ സോയ ബിരിയാണി തയ്യാറാക്കാമെന്ന് നോക്കി വന്നാലും സ്കൂളിലേക്കൊക്കെ രാവിലെ കുട്ടികൾക്ക് എന്തുണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്കൊക്കെ ഈ ഒരു റെസിപ്പി നല്ല ബെസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സേമിയ എടുത്തിട്ടുണ്ട്. റോസ്റ്റഡ് സേമിയ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് 180 ഗ്രാം വരുന്നുണ്ട്. 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സവാള, പച്ചമുളക്, തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സോയ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, പുതിന, മല്ലിയില, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെ വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. പാൻ അടുപ്പത്തേക്ക് വെച്ച് പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 3 തുണ്ട് പട്ട, ഗ്രാമ്പു, ഏലക്കയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, ഒരു 3 സവാള, ചെറിയ സവാളയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടാകുന്നത്. അതും 3 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പട്ട, ഗ്രാമ്പ്, ഏലക്കൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നേരത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 4 പഴുത്ത തക്കാളിയാണ്, മീഡിയം സൈസ് പഴുത്ത തക്കാളി കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുന്നതായിരിക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് പകുതി വേവായിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് പുതിനയുടെ ഇലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ആ രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. എരിവ് കുറവ് ഇഷ്ടമുള്ളവർക്ക് എരിവ് കുറവായിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണിനായിട്ട് കുറച്ച് കൂടുതലായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സോയ നമ്മൾ കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുള്ള സോയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്കൊരു 400-450 ഗ്രാം ml വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണും തൈരും കൂടി ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു 1/2 ലിറ്ററിനായിട്ടും കുറവായിട്ട് കുറച്ച് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് നല്ല തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സോയയിലൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കും. സ്റ്റവ് ഒന്ന് സിമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ സേമിയ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സേമിയ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ ഇടാതെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കും. വെള്ളമൊക്കെ ഒന്ന് അതിലിടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കും. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് ഒഴിച്ചു കൊടുത്തത്. സ്റ്റവ് സിമ്മിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. സേമിയ ആയതുകൊണ്ട് അധികം വേവില്ല. അപ്പോൾ നമ്മൾ നോക്കാം. ഒന്ന് ഇതാക്കിയതിന് ശേഷം വെള്ളം കുറച്ച് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സേമിയ സോയ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിന് മുകളിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് നല്ല മിക്സ് ആക്കിയിട്ട് വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് വെക്കാം. ഇല്ലെങ്കിൽ മൂടി വെച്ചിട്ട് 2 മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ സോയ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണേ. സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് കൊടുത്തേക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട്